എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ. നമ്മളെല്ലാവരും തന്നെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന അതേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഞാനും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ എൻ്റേതായ ഒരു നാടൻ ടച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ കറി ഇഷ്ടപ്പെടുവാണെങ്കിൽ, എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ വിനാഗിരി. നിങ്ങൾക്ക് വിനാഗിരി വീട്ടിലില്ലെങ്കിൽ പകരം ചെറുനാരങ്ങ നീരാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇവയെല്ലാം ചേർത്ത് ചിക്കൻ നല്ല രീതിയിൽ മാരിനേറ്റ് ചെയ്തതിന് ശേഷം 15-30 മിനിറ്റ് വരെ, 15 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഞാനിവിടെ കുക്കറിലാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലൊരു വിസിലും ലോ ഫ്ലെയിമിലൊരു വിസിലും, ടോട്ടൽ 2 വിസിൽ അടുപ്പിച്ചിട്ടാണ് ഞാനിവിടെ ചിക്കൻ കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. കുക്കറിൽ വെന്ത ചിക്കൻ്റെ സ്റ്റോക്ക് നിങ്ങൾ ഒരു കാരണവശാലും ഒട്ടും കളയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കത് ചിക്കൻ കറി ഉണ്ടാക്കുന്ന ടൈമിൽ ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ളൊരു പേസ്റ്റ് തയ്യാറാക്കാം. ഇതിലേക്കായി 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, 5 വലിയ വെളുത്തുള്ളി സ്ലൈസ് ചെയ്തത്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, ഒരു വലിയ പഴുത്ത തക്കാളി. ഇവയെല്ലാം മിക്സിയുടെ ജാറിൽ നന്നായി അരച്ചൊരു പേസ്റ്റ് ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കുക. 2 വലിയ സവാളയും 1 ചെറിയ സവാളയും നീളത്തിലരിഞ്ഞ് മാറ്റി വയ്ക്കുക. ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർക്കുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് സവാള ഗോൾഡൻ നിറം ആവുന്നവരെ വഴറ്റിയെടുക്കുക. ഗോൾഡൻ കളറായ സവാളയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് സവാള വഴറ്റുക. മല്ലിപ്പൊടിയുടെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇതിലേക്ക് ചേർക്കുക. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പേസ്റ്റാണ് ചേർത്തിരിക്കുന്നത്. സവാളയിലേക്ക് ചേർത്ത പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായി തിളപ്പിക്കുക. ഗ്രേവിയും ചിക്കൻ സ്റ്റോക്കും നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കനും ചിക്കൻ്റെ ഗ്രേവിയും തമ്മിൽ നല്ല രീതിയിൽ യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് മൂടി വെച്ച് ഒരു 5 മിനിറ്റത്തേക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. 5 മിനിറ്റിന് ശേഷം നിങ്ങൾ മൂടി തുറക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ കറി കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും. കാരണം നമ്മൾ തയ്യാറാക്കിയ ആ പേസ്റ്റിൻ്റെയൊക്കെ കളറ് നന്നായി ആ ചിക്കനിലോട്ട് വന്നിട്ടുണ്ടാകും. ചിക്കനിലേക്ക് ആ മസാലാസ് എല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാകും. ഇതിലേക്ക് ഞാൻ തേങ്ങയുടെ 1/4 പാൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ് ഞാൻ ചേർത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം ചെറു തീയിൽ ഒരു 2 മിനിറ്റ് മാത്രം തിളപ്പിക്കുക കറി. അതിനുശേഷം തീ ഓഫ് ചെയ്യുക. ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിന് കറിവേപ്പില, 4-5 വറ്റൽമുളക് എന്നിവ മൂപ്പിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ചിക്കൻ കറിയുടെ റെസിപ്പി. സിമ്പിളാണ്, ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം.